Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് ചോറ് കൊണ്ട് നല്ല മൊരിഞ്ഞ ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ പുളിക്കാനൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഇൻസ്റ്റൻറ്റ് ദോശയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ അരി കുതിർക്കാനായിട്ടൊന്നും വെച്ചേക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കേണ്ട സമയത്ത് അങ്ങ് അരച്ച് അപ്പം തന്നെ ദോശ ചുട്ടെടുക്കുകയും ചെയ്യാം. അപ്പം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ചോറ് കൊണ്ടുള്ള ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള മാവ് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം, വറുത്തതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് 1 കപ്പ് ചോറ്, അത് ഏത് ചോറായാലും കുഴപ്പമില്ല. മട്ടേരി ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഏതാണെങ്കിലും 1 കപ്പ് ചോറ്, വേവിച്ച ചോറ് ചേർക്കുക. പിന്നെ ഒരു 1/2 കപ്പ് അവിൽ ഒരു 5-10 മിനിറ്റ് നേരം ഒരല്പം വെള്ളം ഒഴിച്ച് കുതിർത്തത്. അപ്പോൾ അവിൽ ചേർക്കുമ്പോഴേക്കും ദോശ നല്ല മൊരിഞ്ഞ് കിട്ടാനും അതുപോലെ തന്നെ കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടും നമുക്ക്. അപ്പോൾ അവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. നിങ്ങൾക്ക് അല്പം പുളിയുള്ള ദോശയുടെ മാവാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ 1-2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു പുളിപ്പം നമുക്ക് കിട്ടും. ഇതിന് അധികം പുളിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പുളിക്കാനൊന്നും വെക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നല്ല പാകത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അവിലെല്ലാം കൂടെ വരുമ്പോഴേക്കും നല്ല മുരിഞ്ഞ ദോശ തന്നെ കിട്ടും. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ച് അതിനകത്തേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. കനം കുറച്ച് നെയ് റോസ്റ്റ് പോലെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കനം കുറച്ചിട്ട് അതിനകത്ത് കുറച്ച് നെയ്യൊക്കെ ചേർത്ത് നല്ല ക്രിസ്പി ആയിട്ട് മൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് ഈ ദോശ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ ചൂടോടെ കഴിക്കുന്നതാണ് എപ്പോഴും ടേസ്റ്റ്. കാരണം നമ്മൾ ചോറൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രിസ്പിനെസ് പോവും. അപ്പോൾ ക്രിസ്പി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചൂടോടെ തന്നെ മൊരിച്ചെടുത്ത് ചട്നിയും കൂട്ടി കഴിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്ന തേങ്ങ ചേർക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ചമ്മന്തി എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഇനി കാണാതുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. നമുക്കതും ഇതിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ പുതിയ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.